വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചറുമായി ബന്ധപ്പെട്ട പുതിയൊരു പ്രോബ്ലമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ പ്രോബ്ലം ഈസ് ഇൻ ദി എലിപ്സ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഷോ ദാറ്റ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ at an end point of the major axis is equal to the semi-lattice rectum of the ellipse. അതായത് നമ്മളൊരു എലിപ്സ് ഉണ്ട്, എലിപ്സിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കണം. ആ റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കേണ്ട പോയിന്റ് മേജർ ആക്സിസിന്റെ അവസാനത്തിലുള്ള ഒരു പോയിന്റ്. അത് മാത്രമല്ല, ആ റേഡിയസ് ഓഫ് കർവേച്ചർ സെമി ലാറ്റസ് റെക്റ്റത്തിന്റെ പകുതിയാണ് എന്നൂടെ പ്രൂവ് ചെയ്യണം. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഒരു എലിപ്സ് നമ്മൾ എടുക്കുന്നു. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് ഫോക്കസ്. ഈ ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻസിനെയാണ് നമ്മൾ ലാറ്റസ് റെക്റ്റം എന്ന് വിളിക്കുന്നത്. ലാറ്റസ് റെക്റ്റത്തിന്റെ ടോട്ടൽ ലെങ്ത് 2b² ആണ്. സോ അതിന്റെ പകുതിയായ b² is equal to ആണ് നമുക്ക് റോ എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ x² a² പ്ലസ് y² b² is equal to 1 ആയതുകൊണ്ട് തന്നെ നമ്മുടെ എലിപ്സിന്റെ സെന്റർ 0 ആണ്. ഓക്കെ, അത് മാത്രമല്ല ഈ ലെങ്ത് എന്ന് പറയുന്നത് a ആണ്, കാരണം x² a² ആണ്. സോ ഈ പോയിന്റ് എന്ന് വെച്ചാൽ a0, അതിന്റെ തന്നെ സിമെട്രിക് ആയിട്ടുള്ള ലെഫ്റ്റ് സൈഡിലുള്ള പോയിന്റ് -a0. മൈനർ ആക്സിസ് എന്ന് പറയുന്നത് b ആണ്. സോ ലെങ്ത് b ആയതുകൊണ്ട് ഈ പോയിന്റ് b0, താഴെയുള്ള ഈ പോയിന്റ് -b0. നമുക്ക് a0 എന്നുള്ള പോയിന്റിലാണ് നമുക്ക് കണ്ടെത്തേണ്ടത് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ വാല്യൂ. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ എക്സ്പ്രഷൻ റോ is equal to 1 plus dy by dx the whole square the whole raised to 3/2 whole divided by d² by dx². ഇതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ, അതിന്റെ എക്സ്പ്രഷൻ. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ തന്നിട്ടുണ്ട് x² a² പ്ലസ് y² b² is equal to 1 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് dy by dx കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x ഈ എക്സ്പ്രഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2x by a² പ്ലസ് y² ഡെറിവേറ്റീവ് 2y by b² ഇൻറ്റു dy by dx is equal to 0. ഇതിൽ നിന്ന് dy by dx കണ്ടുപിടിക്കാനായിട്ട് ഈ എക്സ്പ്രഷൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. സോ 2y by b² dy by dx should be equal to -2x by a² എന്ന് കിട്ടും. 2ഉം 2ഉം രണ്ട് സൈഡിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. b² റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു, yയും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. സോ ദിസ് എക്സ്പ്രഷൻ ബിക്കംസ് dy by dx is equal to -x b² divided by y². ഇതാണ് ഡെറിവേറ്റീവിന്റെ എക്സ്പ്രഷൻ. അപ്പൊ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. ഇനി അടുത്തതായിട്ട് നമുക്ക് കണ്ടെത്തേണ്ടത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാൻ വേണ്ടി നമ്മൾ ഈ എക്സ്പ്രഷനെ, നമുക്ക് തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷനെ നമ്മൾ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിട്ടുന്നത് d² by dx² should be equal to, ഇത് അതിൻ്റെ അകത്ത് -b² by a² കോമൺ ആണ്. ബാക്കിയുള്ളത് അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ബാക്കിയുള്ള ഭാഗത്തിന്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മൾ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യും. സോ y into derivative of x is 1 minus x into derivative of y is dy by dx
whole divided by y square. Denominator is y. Okay. ഇതിൻ്റെ അകത്ത് dy by dxന്റെ വാല്യൂ minus xb square divided by ya square substitution ആണ്. So this expression becomes minus b square divided by a square into y minus x into bracket in the other minus xb square divided by ya square whole divided by y square. So അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ മൈനസും മൈനസും പ്ലസ് ആകും. അതിനുശേഷം LCM എടുക്കും. So this expression LCM എടുത്തു കഴിയുമ്പോൾ എക്സ്പ്രഷൻ minus b square by a square into y square a square ya square y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസും മൈനസും പ്ലസ് ആകും ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു y സ്ക്വയർ ഉണ്ട് ഇവിടെ ഒരു ya സ്ക്വയർ ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് a സ്ക്വയർ ഇൻറ്റു y ക്യൂബ് എന്നുള്ള എക്സ്പ്രഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ആ എക്സ്പ്രഷനെ ചെറിയൊരു ഫോമിൽ മാറ്റി എഴുതുന്നു. മൈനസ് ബി സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിലുള്ള എല്ലാ ടേമോട് ചേർത്ത് എഴുതുന്നു. സോ എ റൈസ് ടു 4 ഇൻറ്റു വൈ ക്യൂബ്. താഴെ എ സ്ക്വയറും ഒക്കെ എ സ്ക്വയറും എ റൈസ് ടു 4. അടുത്ത എക്സ്പ്രഷനെ നമ്മൾ വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ എ സ്ക്വയർ എന്ന് എഴുതും. അതായത് ബി സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡ് ചെയ്തു. ഇവിടെ ഈ വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന രീതിയിൽ അതിനെ എഴുതും. പ്ലസ് അടുത്തത് അപ്പം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന ഫോമിലൂടെ അതിനെ എഴുതുന്നു. എ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ബി സ്ക്വയർ. അതായത് എ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡ് ചെയ്തു. അപ്പൊ എക്സ്പ്രഷന് വ്യത്യാസമുണ്ട്. കോമൺ ആയിട്ട് എ സ്ക്വയർ ബി സ്ക്വയർ ഉണ്ട്. അത് കോമൺ എടുക്കുമ്പോൾ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ റൈസ് ടു 4 ഇൻറ്റു വൈ ക്യൂബ് ഇൻറ്റു എ സ്ക്വയർ ബി സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് കിട്ടും. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എൽസ് ആയതുകൊണ്ട് ഇത്രയും ആൻസർ 1 ആണ്. ഇവിടെ നിന്ന് നമുക്ക് സിംപ്ലി ഈ എ സ്ക്വയറും ഇവിടുത്തെ എ റൈസ് ടു 4ന്റെ 2ഉം പവർ 2ഉം ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് ബാക്കി കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് മൈനസ് ബി റൈസ് ടു 4 ഇവിടുത്തെ ബി സ്ക്വയറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഇൻറ്റു വൈ ക്യൂബ്. ഇത്രയുമാണ് നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന രീതിയിൽ നമുക്ക് എക്സ്പ്രഷൻ കിട്ടുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റോയുടെ ആൻസറിന്റെ അകത്ത് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ആണ്. സോ നമ്മൾ 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ കണ്ടെത്തുന്നു. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 1 പ്ലസ് ഇവിടെ dy by dx നമുക്കുണ്ട് മൈനസ് എക്സ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് വൈ എ സ്ക്വയർ. സോ അതിന്റെ സ്ക്വയർ കാണുമ്പോൾ മൈനസ് പോകും. സോ എക്സ് സ്ക്വയർ എ റൈസ് ടു ബി റൈസ് ടു 4 ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർ എ റൈസ് ടു 4. LCM എടുക്കുമ്പോൾ വൈ സ്ക്വയർ എ റൈസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ ബി റൈസ് ടു 4 ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർ എ റൈസ് ടു 4 എന്ന് കിട്ടും. ഇനി നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ഫോമിൽ നമ്മൾക്ക് ചെയ്ത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എഴുതാൻ സാധിക്കും. അതായിട്ട് നമുക്ക് ഇതിന്റെ എക്സ്പ്രഷൻ്റെ അകത്ത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. റോയുടെ എക്സ്പ്രഷൻ്റെ അകത്ത് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3/2 ആണ്. അത് ചെയ്യുന്നു. സോ 1 പ്ലസ് dy by dx the whole square the whole raised to 3/2. So which should be equal to ഇവിടെ y square a raised to 4 plus x square b raised to 4 whole divided by y square a raised to 4 the whole raised to 3/2 എന്ന് കിട്ടും. ന്യൂമറേറ്റർ സം ആയിട്ടുള്ള എക്സ്പ്രഷൻ ആയതുകൊണ്ട് അതുപോലെ തന്നെ ചെയ്യുന്നു. സോ ന്യൂമറേറ്റർ ഈസ് വൈ സ്ക്വയർ എ റൈസ് ടു 4 പ്ലസ് എക്സ് സ്ക്വയർ ബി റൈസ് ടു 4 ദ ഹോൾ റൈസ് ടു 3/2.
ഡിനോമിനേറ്റർ വൈ സ്ക്വയർ എ റൈസ് ടു 4 ദ ഹോൾ റൈസ് ടു 1/2. അപ്പോൾ പവറിന്റെ അകത്തെ 2 വീതം ക്യാൻസൽ ആയിപ്പോകും. എന്നിട്ട് അത് ഹോൾ ക്യൂബ് കൂടെ എടുക്കണം. സോ ആദ്യം റൈസ് ടു 1/2 എടുക്കുമ്പോൾ y ഇൻറ്റു എ സ്ക്വയർ ആവും. ക്യൂബ് എടുക്കുമ്പോൾ y ക്യൂബ് ഇൻറ്റു എ റൈസ് ടു 600. സോ ദ എക്സ്പ്രഷൻ ബിക്കംസ് y ക്യൂബ് ഇൻറ്റു എ റൈസ് ടു 6 എന്ന രീതിയിലാണ് നമുക്ക് കിട്ടും. സോ നമുക്ക് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 3/2 കിട്ടും. ഇനി നമ്മൾ ബാക്കിയുള്ള എക്സ്പ്രഷന്റെ അകത്തോട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. Rho should be equal to 1 plus dy by dx the whole square the whole raised to 3/2 whole divided by d square y by dx square. ഇതെല്ലാം വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ന്യൂമറേറ്ററിൽ y square a raised to 4 plus x square b raised to 4 the whole raised to 3/2 divided by y cube into a raised to 6 whole divided by d square y by dx square should be equal to minus b raised to 4 into divided by a square y cube. ഇവിടെ നിന്ന് നമുക്ക് ഈ y ക്യൂബും ഇവിടുത്തെ y ക്യൂബും ഇവിടുത്തെ y ക്യൂബും a raised to 6ന്റെ അകത്തെ രണ്ട് ഫാക്ടറും a സ്ക്വയറിന്റെ ഫാക്ടേഴ്സും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ ദി ആൻസർ ബിക്കംസ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് a raised to 4 y square plus b raised to 4 x square the whole raised to 3/2 divided by ഇവിടെ ഈ മൈനസ് കോമൺ ആയിട്ട് എഴുതുന്നു ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു a raised to 4 ഉണ്ട്, ഇവിടെ ഒരു b raised to 4 ഉണ്ട്. സോ a raised to 4 into b raised to 4 എന്ന രീതിയിലാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി നമുക്കറിയാം നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് ഓഫ് കർവേച്ചർ അറ്റ് എൻഡ് ഓഫ് മേജർ ആക്സിസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മേജർ ആക്സിസിന്റെ എൻഡ് എന്ന് വെച്ചാൽ a0 എന്നുള്ള പോയിന്റ് ആണ്. സോ x ഷുഡ് ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആസ് a, y ഷുഡ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് 0. അപ്പൊ റോയുടെ വാല്യൂ അവിടെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റോ അറ്റ് a0 ഷുഡ് ബി ഈക്വൽ ടു എക്സിന് എന്ന് കൊടുക്കുമ്പോൾ വൈക്ക് 0 കൊടുക്കുമ്പോൾ ഇവിടുത്തെ ഈ ടേം 0 ആയിപ്പോവും. എക്സിന് എന്ന് കൊടുക്കുമ്പോൾ ഈ ടേം a സ്ക്വയർ ആവും. സോ മൈനസ് ഓഫ് ഫസ്റ്റ് ടേം 0 ആകും, പ്ലസ് സെക്കൻഡ് ടേം എന്നുള്ളത് b raised to 4 into a square the whole raised to 3/2 whole divided by a raised to 4 into b raised to 4 എന്ന രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഇനിയും ഇവിടെ ന്യൂമറേറ്ററിന്റെ അകത്ത് b raised to 4 a square ഉള്ളൂ, അതിന്റെ ഹോൾ raised to 2 1/2 കാണുമ്പോൾ b square, so b square a the whole cube divided by a raised to 4 into b raised to 4 എന്ന രീതിയിൽ ആൻസർ കിട്ടും. സോ b raised to 6 into a cube divided by a raised to 4, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെയും ഒരു മൈനസ് ഉണ്ട്, a raised to 4 into b raised to 4 ക്യാൻസൽ ആക്കി കളയുമ്പോൾ ഇവിടെ മൈനസ് b സ്ക്വയർ ഡിവൈഡഡ് ബൈ a എന്ന രീതിയിലാണ് നമുക്ക് എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നത്. അറിയാം ഓൾറെഡി നമുക്കറിയാം ബി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് വെച്ചാൽ സെമി ലാറ്റസ് റെക്റ്റം ആണെന്ന് നമുക്കറിയാം. സോ നമ്മൾ കണ്ടുപിടിച്ചത് റോ അറ്റ് a0 ഷുഡ് ബി ഈക്വൽ ടു സെമി ലാറ്റസ് റെക്റ്റം. ഇതിന്റെ ലെങ്ത് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. മൈനസ് കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. സോ മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന രീതിയിൽ നമുക്ക് കിട്ടി. ബി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്നുള്ളത് സെമി ലാറ്റസ് റെക്റ്റം ആണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.